ഇന്ത്യയിൽ നടന്ന പല പ്രക്ഷോഭങ്ങൾക്ക് പിന്നിലും ഒരു ടൂൾ കിറ്റ് ഉണ്ടായിരുന്നു. സേവ് ലക്ഷദ്വീപ് ഫോറമായാലും ഒപ്പം തന്നെ പൗരത്വ ഭേദഗതി സമരമായാലും അഗ്നിവീർ സമരമായാലും ഒക്കെ ഒരു ടൂൾ കിറ്റ്. എന്താണ് ടൂൾ കിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കേന്ദ്രത്തിൽ നിന്ന് ഒരു ടൈപ്പ് മെസ്സേജുകളോ ഇല്ലെങ്കിൽ വാർത്തകളോ പ്രചരിപ്പിക്കുക, പിന്നീട് അത് ഈ രാജ്യവിരുദ്ധരായ ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വിരുദ്ധരായ മാധ്യമപ്രവർത്തകർ, കലാകായിക പ്രവർത്തകർ, ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഇവരെല്ലാം തന്നെ അവരുടെ സോഷ്യൽ മീഡിയയിലടക്കം അത് ഷെയർ ചെയ്യുക. അതായത് ആടിനെ പട്ടിയാക്കുന്ന ഒരു രീതി. അതായത് വ്യാജമായ ഒരു വാർത്ത വളരെ വേഗം പ്രചരിപ്പിക്കുക, അതിന് പ്രചാരം നൽകുകയും ചെയ്യുക, അതിൻ്റെ മറവിൽ പിന്നീട് വലിയ പ്രക്ഷോഭങ്ങളും ആക്രമണങ്ങളും നടത്തുക. ഇതാണ് ടൂൾ കിറ്റ് ചെയ്യുന്ന ഒരു പരിപാടി. വിദേശ രാജ്യങ്ങളുണ്ടായിരുന്ന അതേ സമ്പ്രദായം തന്നെ കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ രാജ്യത്തുമുണ്ട്. അത്തരത്തിലൊരു ടൂൾ കിറ്റ് ഉണ്ട് എന്നാണ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ബംഗ്ലാദേശിലെ ഈ സംഭവങ്ങൾക്ക് ശേഷം ഇന്ത്യ ബംഗ്ലാദേശായി മാറുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അടിക്കടി പറയുന്നതും ആ രീതിയിലേക്ക് സംസാരിക്കുന്നതും എല്ലാം ഒരു ടൂൾ കിറ്റിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ അമേരിക്കയിൽ പോയി രാഹുൽ ഗാന്ധി ചെയ്യുന്നതും അത്തരത്തിലൊരു നീക്കം തന്നെയാണ്. ഏതായാലും ഇപ്പോൾ രാജ്യത്ത് സൂററ്റിലടക്കം വിവിധയിടങ്ങളിൽ ഗണേശ ഘോഷയാത്രയ്ക്ക് നേരെയും ഗണേശ പന്തലുകൾക്ക് നേരെയും വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നുണ്ട്. ഈ ആക്രമണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ബംഗ്ലാദേശ് ആക്കാനുള്ള ടൂൾ കിറ്റിൻ്റെ ഭാഗമായി നടക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറയുന്നു. അതായത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ടൂൾ കിറ്റ് സജീവമാകുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.